പ്രതിസന്ധിയുടെ മുമ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളെ വിടുവിക്കാൻ ഒരു ദൈവം ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്നലെ നടത്തിയൊരു ദൈവത്തിന് നിങ്ങളെ വിടുവിച്ചെടുക്കാൻ കഴിയുകയില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒത്തിരി വെളിപ്പാടൊന്നും വേണ്ട പ്രിയരെ. ദൈവം ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണാൻ പഠിക്കണ്ട. എനിക്ക് വേണ്ടി ഒരു ദൈവമുണ്ട്, അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് ഒരു കണിക പോലും അവിശ്വാസമില്ലാതെ ഒരു വാക്യം പോലും കാണാതെ പഠിക്കാൻ നമുക്ക് പറ്റിയില്ലേലും, ഒരു വാക്യവും കാണാതെ പഠിക്കാൻ പറ്റിയില്ലേലും, ഒരു പ്രസംഗവും നമുക്ക് പ്രസംഗിക്കാൻ പറ്റിയില്ലേലും എനിക്കൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റിയാൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടകത്ത് കയറിയാൽ നിന്റെ അകത്തുനിന്ന് ഒരു കാലേബ് എഴുന്നേറ്റ് വരും. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം നിന്റെ അകത്ത് കത്തിയാൽ നിന്റെ അകത്ത് നിന്നൊരു യോശുവ എന്ന് എഴുന്നേറ്റ് വരും. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അകത്ത് കത്തിയാൽ നിന്റെ അകത്ത് നിന്ന് വടി നീട്ടാൻ ഒരു മോശ എഴുന്നേറ്റ് വരും. ദൈവത്തെക്കുറിച്ച് വെളിപ്പാടകത്ത് കത്തിയാൽ ഒരു ശക്തനായ അഭിഷിക്തൻ പുറത്തു വരും. ഇന്ന് നിന്റെ അകത്ത് ദൈവത്തെക്കുറിച്ച് വെളിപ്പാട് കത്തിയാൽ എന്റെ അവകാശം വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു ഗിദെയോൻ പുറത്തു വരും. നിന്നെ നോക്കി തമ്പുരാൻ വിളിക്കും, അല്ലയോ പരാക്രമശാലി.